ഗണപതയേ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം ശക്തി പരാശക്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് ശിവപുരാണത്തിന്റെ ഭാഗം 55 അരുണാസുരന്റെ കഥ എന്നുള്ള ഭാഗമാണ് വായിക്കാനുള്ളത്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. നാം ഈ ഭൂമിയിലേക്ക് വരുമ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഭാവിയെ കുറിച്ചായാലും ഒക്കെ നമുക്ക് ഇതാക്കിക്കൊണ്ടായിരിക്കും ഭൂമിയിലേക്ക് നമ്മളെ വിടുന്നത് അല്ലേ. പക്ഷെ ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാ തരത്തിലുള്ള എന്താ പറയാ ആ ഒരു കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എന്താണോ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ആയിരിക്കില്ല നടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി പെട്ടുപോവാം. ചിലപ്പോൾ നമ്മൾ വല്ല എന്താ പറയുക നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള കാര്യങ്ങളായിരിക്കില്ല നമുക്ക് സംഭവിക്കുന്നത് അല്ലേ. ഭൂമിയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഭൂമിയിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോള് ഭഗവാനും ഭഗവതിയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നെങ്കിലും ഇപ്പോൾ ഉമാമഹേശ്വരന്മാർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഉമാമഹേശ്വരന്മാർ ഇതാവുന്നുണ്ടെങ്കിലും ഈ ദൈവങ്ങൾക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ കഴിയില്ലല്ലോ. നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇതിനനുസരിച്ച് നമ്മുടെ കർമ്മത്തിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നതല്ലേ. ഇപ്പൊ നേരെ നല്ല രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ചിലപ്പോ നല്ല രീതിയിൽ പഠിക്കാനും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും അങ്ങനെ പലതരത്തിലുള്ള കഴിവുകളുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഒരു പ്രണയത്തിൽ പോയി കുടുങ്ങുകയും ആ പ്രണയത്തിലൂടെ ഒരു വിവാഹം നടക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം ആ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്ന ആള് കൊള്ളില്ല, അത് തകർന്നു പോവുകയാണെങ്കിൽ അവിടെ തീർന്നു അല്ലേ. അപ്പം അവിടെ ഒരു നെഗറ്റീവ് സംഭവിച്ചു അല്ലേ. ഒരാളെ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി, വിശ്വസിച്ചു അല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ അതാണ് പറഞ്ഞത്, ഭൂമിയിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ ചിലപ്പോൾ കഴിയില്ല. അതിനിടയ്ക്ക് ഇതുപോലെയുള്ള ചിലപ്പോൾ തടസ്സങ്ങൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വീഴും. അപ്പോൾ അത് തൊട്ട് നമ്മുടെ ജീവിതം എന്ത് ചെയ്യും, താറുമാറായി പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും, പല കാര്യങ്ങൾ നമുക്കുണ്ടാവും. അങ്ങനെ നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് അവിടെ ഉണ്ടാവും. ഇതുപോലെ പലരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ വന്ന് പെട്ടുകഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൺട്രോൾ നമുക്ക് അറിയില്ല. ഏത് നിമിഷം ആരാ നമ്മളെ ചതിക്കുന്നത് അല്ലെങ്കിൽ ആരാ നമ്മുടെ കൂടെ നിൽക്കുന്നത്, എന്താണ് നമുക്ക് സംഭവിക്കുന്നതെന്നും നമുക്ക് അറിയാൻ കഴിയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ളൊരു ഇതായിരിക്കില്ല, ലൈഫ് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നതും. മനസ്സിലായോ? അതാണ് ഈ ഭൂമിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഭൂമിയിൽ വന്ന് നമ്മൾ ജനിച്ചു പോയുള്ള പ്രശ്നം അതാണ്. മനസ്സിലായോ? അതേസമയം ഭഗവാന്റെ മറ്റേതെങ്കിലും ഉപരി ലോകങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇതെല്ലാം കിട്ടും. എങ്ങനെയാണ് നമുക്ക് ജീവിക്കേണ്ടത് ഇതെല്ലാം നമ്മുടെ കൂടെ തന്നെ ആ ദൈവം കാണും. നമ്മുടെ കൂടെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരായാലും, അത് ഉമാമഹേശ്വരന്മാരായാലും ലക്ഷ്മി നാരായണനായാലും രാധാകൃഷ്ണനായാലും ആരായാലും ശരി തന്നെ, ശ്രീകൃഷ്ണനായാലും പിന്നെ ദ്വാരകാധീശനായിട്ടുള്ള ശ്രീകൃഷ്ണനായാലും, അപ്പൊ ഏത് ഇതിലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഇതിലുള്ള ദൈവം നമ്മുടെ കൂടെ കാണും. ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി അല്ലെങ്കിൽ ദേവിയുടെ ലോകമാണെങ്കിൽ ദേവി. അപ്പൊ ഭഗവാനോ ഭഗവതി നമ്മുടെ കൂടെ കാണും. മനസ്സിലായോ? അതേസമയം നമുക്ക് ഭൂമിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ അച്ഛനും അമ്മയാണ് ആ ഒരു സ്ഥാനത്ത് വരുന്നത്. അപ്പൊ അച്ഛനും അമ്മയെ മാത്രം നമ്മുടെ കൂടെ കാണുകയുള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്, അതായത് ഭൂമിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. നമുക്ക് അത് തരണം ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു ലൈഫ് ആയിരിക്കത്തില്ല നമുക്ക് ചിലപ്പോൾ ലഭിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്, ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ദുഃഖാലയം അശാശ്വസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് ദേവിയോടായാലും പ്രാർത്ഥിക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ടാണ്. നമുക്ക് എന്താണ് നല്ലത് വിധിച്ചിരിക്കുന്നത് അത് ഈ ഭൂമിയിലും ആയിക്കഴിഞ്ഞാലും നമ്മൾ വന്നു കഴിഞ്ഞാലും നമുക്ക് അത് തന്നെ കറക്റ്റായിട്ട് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിൽ തന്നെ നമ്മൾ എത്തുമെന്നുള്ള കറക്റ്റായിട്ട് നമുക്ക് ഉറപ്പില്ല.
കാരണം നമ്മുടെ കൂടെ അപ്പോൾ ആരുമില്ല, നമുക്ക് ഒരു ശക്തിയും നമുക്കില്ല. നമ്മൾ സാധാരണ മനുഷ്യര് മാത്രമായിരിക്കും അല്ലേ. ഈവൻ ദേവന്മാർക്ക് പോലും പലതരത്തിലുള്ള സിദ്ധികൾ, ശക്തികൾ, ഓരോ കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കഴിവുകളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ മനുഷ്യർക്ക് അതില്ല, മനസ്സിലായോ? അപ്പം മനുഷ്യനായിട്ടോ മറ്റുള്ള എന്തെങ്കിലും ആയിട്ടോ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ജന്മങ്ങളാണെങ്കിലുണ്ടെങ്കിൽ നമുക്ക് ഒന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, ഒന്നും അറിയാൻ കഴിയില്ല. ഇനി ഭൂമിയിൽ അടുത്ത എന്ത് ജന്മമാണെന്ന് പോലും നമുക്ക് ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, നമുക്ക് അറിയില്ല ഇതൊന്നും, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് എന്താ ചെയ്യാ, കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആ യഥാർത്ഥ സ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ ആ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി, കറക്റ്റ് ആയിട്ട് നമുക്ക് ജീവിത അവസാനം വരെ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഉള്ള കാലം മുഴുവനും നമുക്ക് കറക്റ്റ് സ്ഥിരമായിട്ട് എവിടെയാണോ നിൽക്കാൻ കഴിയുന്ന സ്ഥലം, അല്ലെങ്കിൽ എവിടെയാണോ നിൽക്കാൻ കഴിയുന്ന ലോകം, അവിടേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ്. മനസ്സിലായി? അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഹരേ കൃഷ്ണ നാമങ്ങളും ഭഗവാന്റെ ഓം നമ ശിവായ, നിങ്ങളുടെ പൂജിക്കുന്ന ദൈവത്തിന്റെ നാമങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യനല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഭൂമി അല്ല നമ്മുടെ ഗ്രഹം. ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്ന സ്ഥലമാണ് ഭൂമി എന്ന് പറയുന്നത്. പിന്നെ ശിവപുരാണത്തിൽ ഭഗവാൻ ശിവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മി ദേവിയുടെ ഇതിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ധനം വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കാം, അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. പക്ഷെ ശിവഭഗവാൻ പറയുന്ന വേറൊരു ഇതിലാണ്, അതായത് നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹാരം, വസ്ത്രം, അതുപോലെ ഒരു പാർപ്പിടം, നമുക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഒരു പാർപ്പിടം, ഇത്രയും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയവൻ തന്നെയാണ്. അതിനേക്കാളിലും കൂടുതലായിട്ട് ആർത്തി കാണിക്കാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. പരമശിവൻ അങ്ങനെയാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ എന്താ പറയാ, നമുക്ക് ആർത്തി ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഈ ഭൂമിയിൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കെട്ടിടങ്ങളൊക്കെ കെട്ടിപ്പൊക്കുകയാണ്, വലിയ വലിയ വീടുകളാണ് വെക്കുന്നത്. അപ്പോൾ ഒരുപാട് പണം അവർ ചെലവഴിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പണം ഇത് കണ്ടിട്ട്, പണമുള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് പണം ഇല്ലാത്തവർ തന്നെ ബാങ്ക് ലോണുകളും അങ്ങനെയുള്ള ഒരുപാട് ലോണുകളൊക്കെ എടുത്തിട്ട് വലിയ വീടുകളൊക്കെ വെച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അവസാനം അത് അവർക്ക് തന്നെ തലവേദനയായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പലരും പലതരത്തിലുള്ള ടെൻഷനുകളിലൊക്കെ പോയി, ചിലർക്ക് പലിശയൊക്കെ കൂടി, ബാങ്ക് ലോണൊക്കെ കൂടി ചിലർ ആത്മഹത്യ വരെ ചെയ്യുന്നവരുണ്ട് ടെൻഷൻ കാരണം. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ, പലതരത്തിലുള്ള വിഷമങ്ങൾ, പലതരത്തിലുള്ള എന്താ പറയാ ആങ്സൈറ്റീസ്, അങ്ങനെ പലതരത്തിലുള്ള ഇത് എല്ലാം അനുഭവിച്ച് ആ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് അതിന്റെ പ്രഷറൊക്കെ തലയിൽ താങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ ഓരോ മനുഷ്യരും ജീവിച്ചു പോകുന്നത് അല്ലേ. അപ്പൊ ഈ ഭൂമിയില് നമുക്ക് ഇനി അങ്ങോട്ട് നല്ല എന്താ പറയുന്ന, ഞാൻ പറഞ്ഞതാണ്, സുമനസ്സുകളായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ദൈവികത്വം ഉള്ളവർക്ക്, നല്ലവർക്ക് ജീവിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഭൂമിയിൽ, മനസ്സിലായോ? അപ്പം നേർവഴിക്ക് പോകുന്നവർക്കാണ് കൂടുതലായിട്ടും ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ കൂടെ ജീവിച്ചു പോകാൻ വളരെയധികം ബുദ്ധിമുട്ട് വരുന്നത്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മൾ സജ്ജനങ്ങളായിട്ടുള്ളവര് തീർച്ചയായിട്ടും ഭഗവാനിലേക്ക് ഒരു അഭയത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആയിരിക്കണം, ആ ഒരു മുക്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം ഭഗവാനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, മനസ്സിലായോ? അല്ലാതെ വീണ്ടും ഈ ഭൂമിയിൽ വന്ന് പെട്ടിട്ട് ഈ പറയുന്ന ഇവരുടെ ഇങ്ങനെയുള്ള അസുര ഗുണങ്ങളുള്ള ആൾക്കാരുടെ ഇടയിൽ പെട്ടിട്ട് ഇങ്ങനെ ആർത്തി പിടിച്ച് ഇങ്ങനെ എന്താ പറയാ, അതില് സുഖത്തിൽ ഇങ്ങനെ മത്ത് പിടിച്ച് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരുടെ ഇടയിൽ വന്ന് പെടാതെ ഭഗവാനിലേക്ക് ഭഗവത് സാക്ഷാത്കാരം കിട്ടാൻ വേണ്ടിയിട്ട്, ആ മായയെ നീക്കി ഭഗവത് സാക്ഷാത്കാരം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്, മനസ്സിലായോ? നമ്മളെ ഭൂമിയിലേക്ക് ഒരു ആണായിട്ട് വന്നാലും ഒരു പെണ്ണായിട്ട് വന്നാലും എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് അറിയാൻ കഴിയില്ല. നമുക്ക് ഭൂമിയിൽ എന്താണ് ഇനി എന്താവും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ല, മനസ്സിലായോ? സമാധാനവും സന്തോഷവും സ്നേഹവും എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പണത്തിന്റെ പുറകെ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ പണം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, ലക്ഷ്മി ദേവിയുടെ സ്നേഹത്തോടു കൂടി, അമ്മ എന്നുള്ളൊരു ഭാവത്തോടു കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാവത്തോടു കൂടി പിന്നെ ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്, മനസ്സിലായോ?
അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് ആ ഒരു ഇത് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ എനിക്ക് കുറെ പണം വേണം ദേവി, അല്ലെങ്കിൽ എനിക്ക് കുറെ സ്വത്ത് വേണം, എനിക്ക് അത് വേണം ഇത് വേണം, അവരിങ്ങനെ വെച്ചു അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വേണം, ഇങ്ങനെ പറഞ്ഞ് ഈ ആർത്തി മനോഭാവം, എന്താ പറയാ അതിന്, ഈ ആർത്തി, ആ ഒരു പണം, പ്രതാപം, വീട്, കാറ്, വസ്തുക്കള്, സുഖലോലുപത, മറ്റുള്ള പണക്കാരെ പോലെ ആവാനുള്ള ചിന്ത, അങ്ങനെയുള്ളൊരു ഉള്ള തോട്ട്സ്, മനസ്സിലായോ? അതെന്ന് പറയുന്ന അവസാനം നിങ്ങൾക്ക് അത് നാശത്തിലേക്ക് മാത്രമായിരിക്കും നയിക്കുന്നത്. കാരണം പണമുള്ളവർ അത് കാണിക്കും, അത് അവർക്ക് പണം ഉള്ളതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതുപോലെ അത് കണ്ടിട്ട് നമ്മൾ സാധാരണക്കാരായിട്ടുള്ളവർ അതുപോലെ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, മനസ്സിലായോ? അത് നടക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ സമയം കാണും. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടുകാരോട് പോലും ഞാൻ ചിലപ്പോൾ ചില സമയത്ത് ഇങ്ങനെ വിഷമം തോന്നിയിട്ട് പറയാറുണ്ട്, നിങ്ങൾ വീട് വെക്കും. പക്ഷെ അവർക്ക് അതിനോടൊരു ഇതില്ല. കാരണം അവർ ചിന്തിക്കുന്നത് എന്താണ്, അവർക്ക് ഭഗവാനെയാണ് അല്ലെങ്കിൽ ഭഗവതിയാണ് വേണ്ടത്. അല്ലാതെ അവർ ഈ പറയുന്ന പോലെയുള്ള സുഖലോലുപതയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള മറ്റുള്ളവർ ചെയ്തത് കണ്ടിട്ട് അതുപോലെ ചെയ്യണം അവർ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തുനിഞ്ഞിറങ്ങാനോ ഒന്നും അവർക്ക് ആ ഒരു മൈൻഡാണ്, മനസ്സിലായോ? കാരണം അവരങ്ങനെയാണ് ജീവിച്ചു വന്നത്. പക്ഷെ ഈ മറ്റുള്ളവർ അങ്ങനെയല്ല. അവരുടെ മനസ്സിൽ എന്താ പറയുക, ഉള്ളില് വിദ്വേഷവും വെറുപ്പും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്ത് കാണിക്കണം, ഇങ്ങനെ വലിയ ആളായി കാണിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഇതാണ്. ആ ദേവീ ക്ഷേത്രത്തിനെക്കാളിലും ഉയരത്തിലാണ് അവർ വീട് വെച്ചിരിക്കുന്നത്. അപ്പം ഓരോരുത്തരും അങ്ങനെയൊക്കെയുള്ള മൈൻഡാണ്. അതായത് മനുഷ്യരുടെ ഈ പറയുന്ന പോലെയുള്ള ആർത്തി, അത്യാഗ്രഹം, അതുപോലെ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവരാണെന്ന് കാണിക്കാനുള്ള, പണക്കാരനാണെന്ന് കാണിക്കാനുള്ള ഇത്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവർ ബാങ്ക് ലോണൊക്കെ എടുത്ത് ചെയ്തിട്ട് പിന്നെ ഇവര് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കും, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഇപ്പം ഒരു സാധാരണക്കാരായിട്ടുള്ളവരാണെങ്കിൽ അവരൊരിക്കലും ചിന്തിക്കില്ല, ഇങ്ങനെ കടമെടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് ടെൻഷൻ അടിച്ച് നടക്കണമെന്ന് അവരൊരിക്കലും ചിന്തിക്കില്ല, മനസ്സിലായോ? അതുകൊണ്ട് അവർ വിചാരിക്കുന്നത് എന്താണ്, ആ ദൈവം തരുന്നെങ്കിൽ തരട്ടെ, ഭഗവാൻ തരുമ്പോൾ തരട്ടെ, അല്ലെങ്കിൽ ഭഗവതി തരുമ്പോൾ തരട്ടെ, നമുക്ക് എപ്പോഴാണോ കിട്ടുന്നത് അന്നേരം കിട്ടട്ടെ എന്നുള്ള മൈൻഡിൽ അവർ പോകും. അതാണ് സാത്വിക ഗുണം എന്ന് പറയുന്നത്. അതാണ് അവരുടെ ആ ഒരു പ്യൂരിറ്റി എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ കടവും ഇടവും മേടിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ വീട് വെച്ച് ജീവിക്കുന്ന അവരാണോ ഭഗവാന്റെ മുന്നിൽ ഉന്നതര്? അതോ അല്ല, ഭഗവാൻ തരുമ്പോൾ തരട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇല്ലേലും കുഴപ്പമില്ലാന്ന് കരുതിയിട്ട് ഉള്ള കഞ്ഞിയായാലും എന്തായാലും കുടിച്ചുകൊണ്ട് ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ജീവിക്കുന്ന ഈ സാധുക്കളാണോ ഭഗവാന്റെ മുമ്പിൽ ഏറ്റവും വലിയവരും? ഈ സാധുക്കൾ തന്നെയായിരിക്കും അല്ലേ ഭഗവാന്റെ മുന്നിൽ ഏറ്റവും വലിയവരും. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ കെട്ടട്ടെ, മറ്റുള്ളവർ വീട് വെക്കുന്നെങ്കിൽ വെക്കട്ടെ, മറ്റുള്ളവർ സപ്രപഞ്ചങ്ങൾ കെട്ടി ഉയർത്തുന്നെങ്കിൽ ഉയർത്തട്ടെ, അവരതിന്റെ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ സ്വമനസ്സായിട്ടുള്ളവര് എന്താ പറയാ, അത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കൂടെ എന്നായാലും ഭഗവാനായാലും ഭഗവതിയോ ആയാലും ഉണ്ടാവും കൂടെ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരെ കണ്ടിട്ട് നിങ്ങൾ ഇതാവേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഹരഹര മഹാദേവ, ശംഭോ മഹാദേവ. അപ്പം അതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ജീവിച്ച് നമ്മൾ പോകുന്ന സമയത്ത് ഭഗവാൻ നാമങ്ങൾ ജപിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഇതിൽ നിന്നും നമുക്ക് മുക്തി കിട്ടുന്നതായിരിക്കും, മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കണം ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നത്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കണം ഓരോ മനുഷ്യജന്മവും നമ്മൾ വിനിയോഗിക്കേണ്ടത്. ഹരഹര മഹാദേവ, ശംഭോ മഹാദേവ. അല്ലാതെ ഈ പറയുന്ന പോലെയുള്ള ജനന മരണ ചക്രങ്ങളിൽ പെട്ട് ഉഴരാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഏറ്റവും പണമുള്ളവനായാലും അവന് പലതരത്തിലുള്ള ടെൻഷനും പ്രശ്നങ്ങളും കാണും. ഇപ്പം നിങ്ങൾ പറയാം അംബാനിയൊക്കെ, അവർക്കൊക്കെ എന്തുമാത്രം ടെൻഷൻ ഉണ്ടാവും എന്നറിയാമോ? അപ്പം അങ്ങനെ ഓരോരുത്തർക്കും എത്ര പണമുള്ളവനായാലും ശരി, എത്ര താഴേക്കിടയിലുള്ളവരായാലും ശരി, മധ്യഭാഗത്ത് നിൽക്കുന്നവരായാലും ശരി, എങ്ങനെയുള്ളവരായാലും ശരി, ഏത് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരായാലും എന്ത് രീതിയിലുള്ളവരായാലും ശരി തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ആ ഭഗവത് ചിന്തയുണ്ടായിട്ട് നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കണം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടായിരിക്കണം ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ ഭൂമിയിൽ കാണുന്ന നൈമിഷികമായിട്ടുള്ള സുഖങ്ങളോ അല്ലെങ്കിൽ നൈമിഷികമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഭഗവാന്റെ ലോകങ്ങളിലുള്ളത്. ഇതിനൊക്കെ അപ്പുറമുള്ള ആനന്ദമാണ്, അനുഭൂതിയാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ചിലർ യോഗ സാധനകൾ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പലതരത്തിലുള്ള അനുഭൂതികൾ, പലതരത്തിലുള്ള നന്മ ഇത് ഉണ്ടാവുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക, എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, മനസ്സിലായോ? അങ്ങനെ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കണം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്.
ഇപ്പൊ എനിക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടേതായ രീതിയിൽ ഭക്തി പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അതിന്റെ ഫലവും അതിന്റെ ഗുണവും നിങ്ങൾക്ക് തന്നെ കിട്ടും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള പുരാണങ്ങൾ പറഞ്ഞു കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. മനസ്സിലായോ? അപ്പൊ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തല്ലോ. നിങ്ങൾക്ക് ക്ഷേത്രങ്ങൾ, ഇന്നലെ ഞാനൊരു ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ കുറെ ചേച്ചിമാരിരുന്ന് ഭഗവത് കീർത്തനങ്ങളൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കീർത്തനങ്ങളൊക്കെ പാടിക്കൊടുക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുന്നതെല്ലാം സേവനങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും അങ്ങനെ ചെയ്ത് എല്ലാവർക്കും ആ ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കണം എല്ലാവരും ശ്രമിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെ കണ്ടിട്ട് മറ്റുള്ള ദുഷിച്ച മനസ്സുള്ളവരെ പലതും കാണിക്കുക, അല്ലെങ്കിൽ ആർത്തിയുള്ളവര്, അത്യാഗ്രഹികളായിട്ടുള്ളവര് മറ്റുള്ളവരുടെ മുമ്പിൽ പണക്കാരെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ പല രീതിയിൽ പല സപ്രപഞ്ചങ്ങളും കെട്ടി ഉയർത്തുകയും പല കൂടിയ തരത്തിലുള്ള കാറുകൾ വാങ്ങി ആഡംബരം കാണിക്കുകയും ഒക്കെ ചെയ്യും. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോവേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വഴിയുണ്ട്. നമ്മൾ ആ ഒരു തോട്ടിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് അവരുടെ അത്രയും ഇല്ല, അങ്ങനെയൊന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അത് കിട്ടുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇത് വിധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇല്ല, അത്രേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾ വെറുതെ അവരെ കണ്ടിട്ട് അവരിങ്ങനെ കാണിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി ഇങ്ങനെയാണ് എന്ന് ഓർത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഹരഹര മഹാദേവ ശംഭോ മഹാദേവ. ഇനി നമുക്ക് അരുണാസുരന്റെ കഥ ഭാഗം 55 അരുണാസുരന്റെ കഥ എന്നുള്ള ഭാഗമാണ് വായിക്കാനുള്ളത്. അപ്പൊ ഞാനിത് വായിക്കാം കേട്ടോ. അതിപുരാതന കാലത്ത് മഹാദുഷ്ടനും ശക്തിമാനുമായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. അരുണൻ എന്ന പേരിലായിരുന്നു അയാൾ അറിയപ്പെട്ടിരുന്നത്. അയാൾ മഹാപരാക്രമിയും ക്രൂരകർമ്മ തൽപരനുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ദേവന്മാരിൽ അതീശത്വം നേടുവാനുള്ള അടങ്ങാത്ത ആഗ്രഹം അയാളുടെ മനസ്സിൽ കുടിയേറി. തന്നെ വധിക്കാൻ കെൽപ്പുള്ളവരാരും തന്നെ ത്രിലോകങ്ങളിലും ഉണ്ടാകരുതെന്ന ആഗ്രഹമായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി മാത്രമേ ഇത്തരമൊരു ആഗ്രഹം സാധിക്കൂ എന്നറിഞ്ഞ അരുണാസുരൻ കഠോരമായ തപസ് തുടങ്ങി. എന്നാൽ മറ്റാർക്കും സാധിക്കാത്ത വിധത്തിലുള്ള ഗായത്രി മന്ത്രം ഉരുവിട്ടുകൊണ്ടുള്ള അരുണാസുരന്റെ തപസ് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്താൻ പര്യാപ്തമായിരുന്നു. മന്ത്രങ്ങളുടെ മാതൃസ്ഥാനത്ത് വർത്തിക്കുന്ന ശക്തിയാണ് ഗായത്രി ദേവി. ആ ദേവിയുടെ അതിദേവതയാണ് സൂര്യൻ. ശൈവമെന്നോ വൈഷ്ണവമെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ സകലരും ഒന്നുപോലെ നിത്യവും ഭക്തിയോടെ ജപിക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. ആദി സ്വരൂപിണിയായ ദേവി പാർവതി തന്നെയാണ് ഗായത്രി ദേവി. ഭൂമിയുടെ അധിപതി പാർവതി ആയതിനാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ നിദ്രവിട്ടെണീറ്റ് സ്നാനം ചെയ്ത് ശുദ്ധഹൃദയത്തോടെ ഗായത്രി മന്ത്രം ജപിക്കുന്ന ഭക്തന് അഷ്ടൈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. ഭൂമി ദേവിയുടെ വരദാനം മൂലമാണ് വൃക്ഷലതാദികളിലൂടെ ഫലമൂലാദികൾ ലഭിക്കുന്നത്. കാരുണ്യവാരിധിയായ മാതാവിന്റെ അനുഗ്രഹങ്ങളാകുന്ന ഫലങ്ങളാണ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത്. നിത്യവും ബ്രാഹ്മമുഹൂർത്തത്തിൽ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും തുഷാരമണികളേറ്റ് പരിശുദ്ധരായി ഗായത്രി മന്ത്രം ജപിക്കുന്നുവെന്നാണ് വിശ്വാസം. ജഗദീശ്വരിയായ പാർവതീദേവിയുടെ വരപ്രസാദ മഹത്വം ചിന്തിക്കാത്ത മനുഷ്യർ ബ്രഹ്മമുഹൂർത്തത്തിൽ നിദ്രയ്ക്ക് വശംവദരായി ഇന്ദ്രിയ ജഡിലമായ സുഖത്തിൽ ലയിച്ചു കിടക്കുന്ന ദയനീയ സ്ഥിതിയിലാണുള്ളത്. അപ്പൊ ചിലര് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കാറില്ല അല്ലെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും ഒരു മായയാണ്. മനസ്സിലായോ? നമ്മളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു ഇതാണ്. നമുക്ക് ചിലപ്പോൾ ആ ബ്രഹ്മമുഹൂർത്തത്തിൽ നമുക്ക് എണീക്കാൻ കഴിയില്ല. അപ്പൊ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീച്ച് ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ബ്രഹ്മമുഹൂർത്തത്തില് ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഓം ഭൂർഭുവസ്വഹ തസ്സവിദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അപ്പൊ ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണീക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ. ചെറുപ്പക്കാരല്ല, ചില പ്രായമായവരായാലും അമ്മമാരായാലും ചേച്ചിമാരായാലും ആരായാലും ശരി തന്നെ രാവിലെ ചിലപ്പോൾ എണീക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരുപാട് പേരുണ്ട് രാവിലെ എണീക്കുന്നവർ, വെളുപ്പിനെ എണീക്കുന്നവർ. 3:30 എണീക്കുന്നവരെ എനിക്കറിയാം. 3:30 എണീക്കും. നമുക്കൊരു 5 മണിക്കൊക്കെ എണീക്കാൻ കഴിയും. അപ്പൊ ഒരു 5 മണിക്കെങ്കിലും എണീക്കാം. പക്ഷെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ അതുമല്ല. മനസ്സിലായോ? ഒരു 3:30-4 മണി ആ ടൈമിനകത്താണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ എണീക്കുക എന്നുള്ളതാണ്. അത് ആ സമയത്ത് എണീക്കുമ്പോൾ നമുക്ക് നല്ല പ്രസന്റ് ആയിട്ടുള്ളൊരു ഫീലിംഗും ആയിരിക്കും. അപ്പൊ അതില് ആ സമയത്ത് എണീക്കാതെ കിടക്കുന്നവരെന്ന് പറഞ്ഞാൽ നിദ്രയ്ക്ക് വശവതരായിട്ട് ഇന്ദ്രിയ ജടിലമായ സുഖത്തിൽ ലയിച്ചു കിടക്കുന്ന ദയനീയ സ്ഥിതിയിലുള്ളവരാണെന്നാണ് പറയുന്നത്. ബലമൂലാദികളും ജലവും വായുവും തന്റെ അനുമസന്താനങ്ങളായ ജീവജാലങ്ങൾക്ക് വേണ്ടി വേണ്ടുവോളം കാരുണ്യാതിരകത്തോടെ സൃഷ്ടിച്ചു നൽകുന്ന ലോകമാതാവിനെ
ഭക്ത്യാദരങ്ങളുടെയും കൃതാർത്ഥതയുടെയും ഒരു നിമിഷം വന്ദിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ആ മനുഷ്യൻ എത്ര ക്രൂരനാണെന്ന് വിലയിരുത്തേണ്ടതാണ്. നൈമിഷികവും നശ്വരവുമായ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഒടുങ്ങാത്ത ആസക്തിയോടെ വെകിളി പിടിച്ചലയുന്ന മനുഷ്യൻ സത്യധർമ്മങ്ങളിൽ നിന്നും എത്രയോ കാതം അകലെയാണ് നിലകൊള്ളുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. അതായത് മനസ്സ് എന്താ പറയാ, ജീവജാലങ്ങൾക്ക് വേണ്ടി ജലവും വായുവും തന്റെ അരുമ സന്താനങ്ങളായ ജീവജാലങ്ങൾക്ക് വേണ്ടി വേണ്ടുവോളം കാരുണ്യാതിരകത്തോടെ സൃഷ്ടിച്ചു നൽകുന്ന ലോകമാതാവിനെ ഭക്ത്യാദരങ്ങളോടും കൃതാർത്ഥതയോടും ഒരു നിമിഷം വന്ദിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത മനുഷ്യൻ എത്ര ക്രൂരനാണെന്ന് വിലയിരുത്തേണ്ടതാണ്. അപ്പൊ ആ ദേവിയെ, ആ അമ്മയെ, ആ പ്രകൃതിയെ ഒരു നിമിഷം പോലും വന്ദിക്കാൻ മനസ്സ് കാണിക്കാത്ത മനുഷ്യർ എത്ര ക്രൂരരാണെന്നാണ് ഇതിൽ പറയുന്നത്. നൈമിഷികവും നശ്വരവുമായ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഒടുങ്ങാത്ത ആസക്തിയോടെ വെകിളി പിടിച്ചലയുന്ന മനുഷ്യൻ സത്യധർമ്മങ്ങളിൽ നിന്നും എത്രയോ കാതം അകലെയാണ് നിലകൊള്ളുന്നത്. അപ്പൊ ഇതാണ് പറയുന്നത്, എന്താ, നൈമിഷികവും നശ്വരവുമായിട്ടുള്ള, അതായത് നമ്മൾ നൈമിഷികവും നശ്വരവുമാണ്. നമുക്കിത് എന്തായാലും ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ എന്തായാലും നമുക്ക് ഇല്ലാതാവും, നമുക്ക് നമ്മുടെ മരണത്തോടെ ഇതെല്ലാം ഇല്ലാതാവുന്നതാണ് അല്ലേ. അപ്പം ഇതെന്ന് പറയുന്നത് നൈമിഷികവും വെറും നശ്വരവുമാണ്. അങ്ങനെ നൈമിഷികവും നശ്വരവുമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഒടുങ്ങാത്ത ആസക്തിയോടെ, അത്രയും ഒടുങ്ങാത്ത ആസക്തിയോടെ വെകിളി പിടിച്ച് അലയുന്ന മനുഷ്യൻ സത്യധർമ്മങ്ങളിൽ നിന്നും എത്രയോ അകലെയാണ്, എത്രയോ കാതം അകലെയാണ് നിലകൊള്ളുന്നത്. അനശ്വരമായ സത്യജ്യോതിസ് തന്റെ അകതാരിൽ പ്രവേശിക്കുമ്പോഴും അത് കണ്ടറിയാൻ ശ്രമിക്കാതെ അനിത്യമായ വസ്തുക്കളുടെ മേച്ചിലപ്പുറങ്ങളിൽ അലഞ്ഞു നടക്കുകയാണ് മാനവ സമൂഹം. അങ്ങനെ ജഗദംബികയോടുള്ള കൃതജ്ഞത അനവരതം തുടരുമ്പോഴും സന്താനങ്ങളുടെ അജ്ഞതയോർത്ത് സഹതപിക്കുന്ന ആ പുണ്യജനനി തന്റെ വരപ്രസാദത്തിന് ഒരു കുറവും വരുത്തുന്നില്ല. മാത്രമല്ല ശിഷ്ടഭേദം കൂടാതെ വാത്സല്യാതിരകത്തോടെ മക്കൾക്ക് വേണ്ടതൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇത് തന്നെയാണ് ദേവിയുടെ കാര്യം എന്ന് പറയുന്നത്. അതായത് അത്രയും ദുഷ്ടരായിട്ടുള്ളവരെ പോലും ദേവി അവർക്ക് പോലും അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്. അങ്ങനെയുള്ള ദുഷ്ടർക്ക് ദേവി കൊടുക്കരുത്, അങ്ങനെയുള്ള ദുഷ്ട മനസ്സുള്ളവർക്ക് ദേവി ഇനി വരപ്രസാദം കൊടുക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള അസുരന്മാർക്ക് വേണ്ടിയിട്ട് ദേവി ഇനി വരപ്രസാദം കൊടുക്കരുത്. കാരണം ദേവി കൊടുക്കുന്ന വെച്ചാൽ ദേവി അമ്മയാണ്, മനസ്സിലായോ? മറ്റുള്ള ദേവി ദേവന്മാരെ പോലെയല്ല, ദേവി എന്ന് പറഞ്ഞാൽ അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് നല്ല മക്കളെന്നോ കൊള്ളാത്ത മക്കളെന്നോ ഉള്ള വേർതിരിവില്ല. ഇപ്പൊ ഒരു അമ്മയ്ക്ക് 2 മക്കളുണ്ടെന്ന് വെച്ചോ, ഒരു കുട്ടി തലതെറിച്ചതാണെങ്കിലും ആ അമ്മയ്ക്ക് ആ കുട്ടി വലിയവൻ തന്നെ ആയിരിക്കും. ഇപ്പൊ നല്ല കുട്ടിയാണെങ്കിൽ അതും നല്ലതായിരിക്കും അമ്മയ്ക്ക്. അപ്പൊ അമ്മമാർക്ക് അങ്ങനെ വേർതിരിവില്ലല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഈ അമ്മ ഇത്രയൊക്കെ ക്രൂരത ചെയ്യുന്നവരായാലും അവർക്കും വരപ്രസാദം കൊടുക്കുന്നത്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന അങ്ങനെ കൊടുക്കരുത്. കാരണം അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴാണ് ഇവർ വീണ്ടും വീണ്ടും ഈ ആസുരിക പ്രകൃതിയുള്ളവർ വീണ്ടും വീണ്ടും തനിക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് അതിൽ അഹങ്കരിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് അല്ലേ. ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ടുള്ള അരുണാസുരന്റെ കഠിന തപസ്സിൽ സംപ്രീതനായ നാൻമുഖൻ ആ അസുരന് ദർശനവും വരദാനവും നൽകുന്നതായി സാന്നിധ്യം കൊണ്ടു. വിരിഞ്ചൻ തന്റെ അതരശോഭയ്ക്ക് മാറ്റി വർദ്ധിപ്പിക്കാൻ എന്നവണ്ണം അണിയിച്ചു ചേർത്ത മന്ദഹാസ മലരുകളോടെ അരുണാസുരനോട് ആരാഞ്ഞു, ഹേ അരുണാസുര, അധികം ആരും അനുഷ്ഠിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഗായത്രി മന്ത്ര ജപത്തോടെയുള്ള നിന്റെ തപസ്സിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അതിനാൽ എന്ത് വരമാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് പറയുക. വളരെ ദുർലഭമാണെങ്കിലും അത് നൽകാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പം എന്താണ് പറയുന്നത്, ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേവി വരപ്രസാദങ്ങൾ പെട്ടെന്ന് കൊടുക്കും. ദേവി വരപ്രസാദങ്ങൾ പെട്ടെന്ന് കൊടുക്കുമ്പോൾ അതിൽ ഇവർ അഹങ്കരിക്കും. ഇപ്പൊ നല്ല മനസ്സുള്ളവർക്ക്, അത്രയും പ്യുവറായിട്ടുള്ള ഹേർട്ടുള്ളവരാണ്, അല്ലെങ്കിൽ അത്രയും നല്ലവരാണ്, അവർക്ക് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയില്ല ചില സമയത്ത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയുള്ളവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരിനി അഹങ്കരിച്ചാലോ എന്ന് കരുതി ചിലപ്പോൾ അവർക്ക് കൊടുക്കില്ല, മനസ്സിലായോ? അങ്ങനെയും സംഭവിക്കാറുണ്ട്, മനസ്സിലാവും. അപ്പൊ അവർക്ക് ഇത് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ ഭക്തി പോവോ, അല്ലെങ്കിൽ ദേവിയോടുള്ള ഭക്തി പോകുന്ന കരുതി ചിലപ്പോൾ ദേവി അവർക്ക് കൊടുക്കാറില്ല. പക്ഷെ ഈ അസുരിക പ്രകൃതിയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും. അവസാനം അവർക്ക് അവരുടെ ശിക്ഷയും കൊടുക്കും. അതാണ് അതിലും വലിയ സത്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ആസുരിക പ്രകൃതിയുള്ളവർക്കൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. കാരണം
അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ വീണ്ടും വീണ്ടും അവരുടെ അധികാരത്തിന് വേണ്ടിയിട്ട്, അവരുടെ പണത്തിന് വേണ്ടിയിട്ടും, അവരുടെ പ്രതാപത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരെ വധിക്കാൻ പോലും തയ്യാറാവത്ത. അപ്പൊ അങ്ങനെ വധിക്കാൻ പോലും എന്ത് ക്രൂരതയും ചെയ്യാൻ പോലും മടിയില്ലാത്ത ക്രൂരരായിട്ടുള്ളവർക്ക് ഒരു വരദാനങ്ങളും കൊടുക്കരുത് ദേവി എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അതിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ എല്ലാവരും തന്നെ പ്രാർത്ഥിക്കേണ്ടത് ദേവിയോട്. മനസ്സിലായോ? സൃഷ്ടികർത്താവായ വിരിഞ്ചന്റെ വാക്കുകൾ കേട്ട് അരുണാസുരൻ സന്തോഷത്തോടെ പറഞ്ഞു. അപ്പൊ ഈ അരുണാസുരൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ അസുരനുണ്ട്. ഈ അരുണാസുരൻ ബ്രഹ്മദേവനോട് ഒരു വരം ചോദിക്കുകയാണ്. തപസ് ചെയ്ത് ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഇതുപോലെ തന്നെ ബ്രഹ്മദേവനോട് അരുണാസുരൻ ഒരു വരം ചോദിക്കുകയാണ്. ബ്രഹ്മദേവ, അവിടുത്തെ കാരുണ്യം മാത്രമാണ് അടിയന് ആശ്രയമായിട്ടുള്ളത്. എന്റെ തപസ്സിൽ അങ്ങ് സംപ്രീതനാണെങ്കിൽ യുദ്ധത്തിൽ ഒരിക്കലും എനിക്ക് മരണം സംഭവിക്കരുത്. ഈ വരമാണ് ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നത്. അരുണാസുരന്റെ അപേക്ഷ കേട്ട ബ്രഹ്മദേവൻ വിഷമിച്ചു. ദുഷ്ടനായ അസുരന് ഇത്തരം ഒരു വരം നൽകുന്നത് ദേവന്മാർക്കും മറ്റുള്ളവർക്കും വളരെ ദോഷം വരുത്തി വെക്കും എന്ന കാര്യം അദ്ദേഹം ഓർത്തു. എന്നാൽ കഠിനമായ തപസ്സിലൂടെ നമ്മെ പ്രീതിപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല ദുർലഭമായ വരമായാലും അത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതുമാണ്. ഇനി അത് മാറ്റിയാൽ സത്യലംഘനമാകും. അതിനാൽ ഇവൻ ആഗ്രഹിക്കുന്ന വരം കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്രകാരം ചിന്തിച്ച നാൻമുഖൻ പറഞ്ഞു, അരുണാസുര, നീ ആവശ്യപ്പെട്ട വരം അപൂർവമാണെങ്കിലും നാം അത് നിനക്ക് തന്നിരിക്കുന്നു. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും. വരം നൽകി അരുണാസുരനെ അനുഗ്രഹിച്ച ശേഷം ബ്രഹ്മാവ് സത്യലോകത്തേക്ക് പോയി. അപൂർവമായ വരസിദ്ധി ലഭിച്ച അരുണാസുരൻ അത്യധികം അഹങ്കാരിയായി തീർന്നു. ഒട്ടും വൈകാതെ അയാൾ ദേവലോകത്ത് ചെന്ന് ദേവന്മാരെ പോരിന് വിളിച്ചു. ഭയന്നോടുന്നത് ഭീരുത്വമാണെന്ന് കരുതിയ ദേവന്മാർ അവനോട് എതിർക്കാൻ തീരുമാനിച്ചു. ഈ സന്ദർഭത്തിൽ അവൻ ഒരു അശരീരി കേട്ടു. ഹേ ദേവന്മാരെ, അരുണൻ ഗായത്രി മന്ത്രം കൈവെടിയാതിരിക്കുന്നിടത്തോളം കാലം ആർക്കും അവനെ വധിക്കാൻ കഴിയുകയില്ല. അനേകം വർഷങ്ങളായി അവൻ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതിനാൽ അവൻ അപാര ശക്തിമാനായി തീർന്നിരിക്കുകയാണ്. വെറുതെ അവനോട് യുദ്ധം ചെയ്ത് പരാജയം ഏറ്റുവാങ്ങാതിരിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. അശരീരി കേട്ട ദേവന്മാർ ഭയചകിതരും ദുഃഖിതരുമായി തീർന്നു. അവർ ഒത്തുചേർന്ന് അരുണാസുരനെ വധിക്കുവാനുള്ള മാർഗം ആലോചിച്ചു. ദേവഗുരുവായ ബൃഹസ്പതിയെ സമീപിച്ച് കാര്യഗൗരവം ധരിപ്പിച്ചു. അരുണാസുരന് ബ്രഹ്മാവ് വരം നൽകിയിട്ടുണ്ടെന്നും അതിന്റെ ബലം കൊണ്ടാണ് അവൻ ലോകം കൈയടക്കിയതെന്നും ദേവന്മാർ തങ്ങളുടെ ഗുരുവിനെ ഓർമ്മിപ്പിച്ചു. അപ്പൊ ഈ അരുണാസുരന് വരങ്ങൾ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം സാധാ എല്ലാ അസുരന്മാരും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ നടക്കുന്നത്, അല്ലേ? ഈ ഇങ്ങനെയുള്ള അസുരന്മാർക്കൊക്കെ ഓരോ വരങ്ങൾ കൊടുക്കും, അവരുടെ ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും, അവർക്ക് ഓരോ സമ്പത്തുകളും ഐശ്വര്യങ്ങളും കൊടുക്കും. അത് കൊടുത്ത് കിട്ടിക്കഴിയുമ്പോഴാണ് അവർ അതിൽ അഹങ്കരിച്ചിട്ട് വീണ്ടും അവർക്ക് ആർത്തി ഉണ്ടായി പണത്തിനോടും എല്ലാത്തിനോടും ഒരുപാട് ആർത്തി ഉണ്ടായിട്ട് അവർ വീണ്ടും പല പല ദ്രോഹങ്ങൾ, ക്രൂരതകൾ ചെയ്യുന്നല്ലേ, പലരെയും കൊല്ലാൻ പോലും മടിക്കാതെ അങ്ങനെയുള്ള ക്രൂരതകളൊക്കെ അവർ ചെയ്യുന്നതല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ അരുണാസുരനും. ഇങ്ങനെ ഒരു വരം കിട്ടിക്കഴിയുമ്പോൾ അരുണാസുരനെ എന്ത് ചെയ്യുകയാണ്? ഈ പറയുന്ന ദേവലോകങ്ങളിലൊക്കെ പോയി ദേവന്മാരെയൊക്കെ ഉപദ്രവിക്കുകയും വളരെയധികം ക്രൂരതകളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഈ ദേവന്മാര് പറയണേ, ഇവൻ എപ്പോഴും ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഇവനോട് യുദ്ധം ചെയ്യുന്നത് വെറും നിരർത്ഥകമാണ് എന്ന് പറയുകയാണ്. അരുണാസുരന്റെ അന്ത്യം കുറിക്കാൻ പറ്റിയ ഒരു മാർഗത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ ഒരു ബുദ്ധി ഉദയം ചെയ്തു. അദ്ദേഹം ചിന്തിച്ചു, അരുണാസുരൻ ഗായത്രി മന്ത്രം ഉപേക്ഷിച്ചാൽ മാത്രമേ അവന്റെ അന്ത്യം സാധ്യമാകൂ. ആ സ്ഥിതിക്ക് ഗായത്രി ദേവിയെ ആരാധിക്കുന്നതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കണം. കാരണം ഗായത്രി മന്ത്രത്തിന്റെ ശക്തി അപാരവും അനിർവചനീയവുമാണ്. ഈ ദിവ്യമന്ത്രം സദാ നാവിൽ വിളയാടുന്ന വ്യക്തി ആരായാലും അയാളെ പരാജയപ്പെടുത്തുവാനോ വധിക്കുവാനോ ആർക്കും സാധ്യമല്ല. മാത്രമല്ല ഗായത്രി മന്ത്ര ജപത്തിലൂടെ ഭൂമിയിലുള്ള സകലതും അവന് വശമായി തീരുകയും ചെയ്യും. എന്തായാലും അരുണാസുരനെ ഗായത്രി മന്ത്രത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള വിദ്യ എന്റെ പക്കലുണ്ട്. അതിനാൽ നിങ്ങൾ ഒരു വിധത്തിലും ദുഃഖിക്കേണ്ടതില്ല. ഹേ ദേവന്മാരെ, നിങ്ങൾ ധൈര്യസമേതം മടങ്ങിപ്പോകുക. ഇപ്രകാരം പ്രസ്താവിച്ച ശേഷം ദേവന്മാരെ അദ്ദേഹം മടക്കി അയച്ചു. അനന്തരം ദേവഗുരു അരുണാസുരന്റെ സമീപത്തേക്ക് പുറപ്പെട്ടു. അകലെ നിന്നും വരുന്ന ബൃഹസ്പതിയെ അസുരന്മാർ കണ്ടു. അദ്ദേഹത്തിന്റെ ആഗമനത്തിൽ അവർക്ക് സംശയം ഉണ്ടാവുകയും ചെയ്തു. ഉടൻ തന്നെ അവർ ഈ വിവരം തങ്ങളുടെ രാജാവായ അരുണാസുരനെ അറിയിക്കുകയും ചെയ്തു. അസുരന്മാരുടെ വാക്കുകൾ കേട്ട അരുണാസുരൻ വിസ്മയഭാവത്തോടെ ആരോടൊന്നില്ലാതെ ചോദിച്ചു, ബൃഹസ്പതി ദേവന്മാരുടെ പരമാചാര്യനാണ്. അയാൾ എന്തിനാണ് എന്നെ കാണാൻ വരുന്നത്? ദേവന്മാരുടെ താല്പര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന അയാളുടെ ആഗമനോദ്ദേശത്തിൽ എന്തോ ചതിയുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. വരട്ടെ, കാര്യം എന്താണെന്ന് അറിയട്ടെ, എന്നിട്ടാകാം കാര്യങ്ങൾ. ഇപ്രകാരം പറഞ്ഞപ്പോഴേക്കും ദേവഗുരു അരുണാസുരന്റെ അടുത്തെത്തി കഴിഞ്ഞു. ബൃഹസ്പതിയെ കണ്ടയുടനെ പരിഹാസഭാവത്തോടെ അരുണാസുരൻ ചോദിച്ചു,
അയ്യോ, ഇതാരാ എഴുന്നള്ളിയിരിക്കുന്നത്? ദേവന്മാരുടെ ഗുരുസ്ഥാനീയനായ ബൃഹസ്പതിയോ? അങ്ങ് എന്താ പോരാത്ത വഴിയൊക്കെ തേടി എത്തിയിരിക്കുന്നത്? ഓ, മരണത്തെ പേടിച്ചായിരിക്കും വന്നിരിക്കുന്നത് അല്ലേ? അരുണാസുരന്റെ വാക്കുകൾ പരിഹാസത്തോടു കൂടിയതാണെന്ന് അറിഞ്ഞിട്ടും അതൊന്നും ബൃഹസ്പതി കാര്യമാക്കിയില്ല. ബുദ്ധി കൊണ്ട് വേണം ഇവനെ നേരിടാൻ എന്ന ചിന്ത അദ്ദേഹത്തെ സംയമന ചിത്തനാക്കി. അതിനാൽ സ്നേഹഭാവത്തോടെ അദ്ദേഹം അരുണാസുരനോട് പറഞ്ഞു. അപ്പോ ഈ അരുണാസുരന്റെ ഗായത്രി മന്ത്ര ജപത്തിൽ നിന്ന് അരുണാസുരനെ പിന്തിരിപ്പിക്കണം. ഈ ഗായത്രി മന്ത്ര ജപത്തിലൂടെയാണ് അരുണാസുരന് ഭൂമിയിലുള്ള എല്ലാം വശപ്പെടുന്നത് പോലും അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ അരുണാസുരനെ എന്ത് ചെയ്യണം? ഈ ഗായത്രി മന്ത്രത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ബൃഹസ്പതി എന്ത് ചെയ്യുന്നത്? അരുണാസുരന്റെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ അരുണാസുരൻ ബൃഹസ്പതിയെ കാണുന്നതോടെ ബൃഹസ്പതിയെ അരുണാസുരൻ കളിയാക്കുകയാണ്. അപ്പോൾ അരുണാസുരനോട് ബൃഹസ്പതി പറയുകയാണ്, അല്ലയോ അരുണാസുര, ഞാൻ മരണഭയം കൊണ്ടല്ല താങ്കളെ കാണാൻ വന്നത്. നാം തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്തെന്നാൽ നമ്മൾ രണ്ടുപേരും ഗായത്രി ദേവിയുടെ ഉപാസകരാണ്. സത്യമാർഗത്തിൽ ചരിക്കുന്നവർക്കിടയിൽ വ്യത്യാസം എന്നത് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. ബൃഹസ്പതിയുടെ വാക്കുകൾ കേട്ട അരുണാസുരൻ കോപാകുലനായി. അയാൾ കർക്കശ സ്വരത്തിൽ പറഞ്ഞു, ഹേ ബൃഹസ്പതി, നിങ്ങൾ എന്താണ് പറഞ്ഞത്? നമ്മൾ രണ്ടും തുല്യരാണെന്നോ? ഓഹോ, ഇക്കാര്യം സമർത്ഥിക്കാനായിരിക്കും ഇപ്പോൾ ഇവിടേക്ക് വന്നത്. എന്നാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. കാരണം ഞാൻ ഇന്നു മുതൽ ഗായത്രി ദേവിയുടെ ഉപാസകനല്ല. മാത്രമല്ല, മേലിൽ ഞാൻ ആ മന്ത്രം ഉരിയാടുകയുമില്ല. ദേവന്മാരുടെ പ്രീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗായത്രിയെ അസുരനായ ഞാൻ ഇനി ആരാധിക്കാൻ പോകുന്നില്ല. എന്താ, നിങ്ങൾക്കിപ്പോൾ തൃപ്തിയായില്ലേ? ഇനി വന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാം. അതായിരിക്കും നല്ലത്. അരുണാസുരന്റെ തീരുമാനം അറിഞ്ഞപ്പോൾ തന്നെ ബൃഹസ്പതിയുടെ അകതാരിൽ കുളിർത്തന്നലിന്റെ മൃദുസ്പർശമുണ്ടായി. വന്ന കാര്യം നിറവേറ്റിയ ചാരിതാർത്ഥ്യത്തോടെ അദ്ദേഹം ദേവന്മാരുടെ അടുത്തെത്തി. കാര്യങ്ങൾ അവരെ ധരിപ്പിച്ചു. തങ്ങളുടെ പൂജനീയനായ ഗുരുനാഥന്റെ ബുദ്ധി സാമർഥ്യം ഓർത്ത് ദേവന്മാർ സന്തോഷിച്ചു. അരുണാസുരൻ തന്നെ പരിഹസിച്ച വിവരം ഗായത്രി ദേവി ജ്ഞാനദൃഷ്ടിയാൽ ഗ്രഹിച്ചു. ദേവി അത്യന്തം കോപിഷ്ഠയായി. ദേവിയുടെ കണ്ണുകൾ ജ്വലിച്ചു. അസുരന്മാരുടെ അഹങ്കാരം തീർക്കണമെന്ന് ദേവി നിശ്ചയം ചെയ്തു. അരുണാസുരനെയും പടകളെയും സംഹരിക്കാനായി ദേവി ലക്ഷക്കണക്കിന് വണ്ടുകളെ സൃഷ്ടിച്ചയച്ചു. ഭ്രമര കൂട്ടത്തിന്റെ മൂളൽ കേട്ട അസുരന്മാർ ഭയചകിതരായി. അവർ 4 ദിക്കിലേക്കും ജീവനും കൊണ്ട് ഓടി മറഞ്ഞു. പക്ഷേ വണ്ടുകൾ അവരെ പിന്തുടർന്ന് കൊന്നൊടുക്കി. അസുരന്മാരുടെ വധത്തിനു ശേഷം വണ്ടുകൾ അരുണാസുരനെ വളഞ്ഞു. ആയിരക്കണക്കിന് ഭ്രമരങ്ങൾ അരുണാസുരനെ കൊത്തിക്കൊന്നു. അതോടെ അസുരന്മാരുടെ അഹങ്കാരവും ശമിച്ചു. ദേവന്മാർക്ക് യുദ്ധം ഒഴിവായി കിട്ടുകയും ചെയ്തു. അങ്ങനെ ഈ അരുണാസുരൻ എന്ത് ചെയ്യുകയാണ്? അഹങ്കാരം കൊണ്ടിട്ട് പറയുകയാണ്, ഞാൻ ഇനി തൊട്ട് ഗായത്രി മന്ത്രം ജപിക്കില്ല എന്ന് പറയുകയാണ്. അതോടുകൂടി അരുണാസുരനോട് ദേവിക്കും കോപം ഉണ്ടാവുകയാണ്. അങ്ങനെ ദേവി തന്നെ അനേകായിരം വണ്ടുകളെ വിട്ടിട്ട് ആ അസുരന്മാരെയും അതുപോലെ അരുണാസുരനെയും വധിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ യുദ്ധത്തിൽ നിന്നും ദേവി ഒരു ചെറിയ യുദ്ധമാക്കി ആ യുദ്ധം അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ അരുണാസുരനെ വധിക്കുകയാണ്. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ. ഹര ഹര മഹാദേവ. ഹരേ കൃഷ്ണ. ഹര ഹര മഹാദേവ. അപ്പൊ ഇന്ന് നമ്മുടെ ഈ ഭാഗം എന്ന് പറയുന്നത് ഭാഗം 55 അപ്പൊ ഈ ഭാഗത്തിൽ പറഞ്ഞത് ഇത് തന്നെയാണ്. മനുഷ്യരുടെ ഉള്ളിലുള്ള അത്യാർത്തി, ആഗ്രഹം, അങ്ങനെയുള്ള മറ്റുള്ളതെല്ലാം പിടിച്ചടക്കണം എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാവണമെന്നുള്ള ചിന്ത, അത്യാർത്തി, അത്യാഗ്രഹം, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത സ്വഭാവം, ഒരാളെ വധിക്കാൻ പോലും മടിക്കാത്ത ക്രൂര ചിന്തകൾ, അങ്ങനെ പലതരത്തിലുള്ള ഇതാണ് മനുഷ്യർക്കുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരുടെ ആ ക്രൂര ചിന്തയെക്കുറിച്ച് തന്നെയാണ്, അത്യാഗ്രഹത്തെ കുറിച്ച് തന്നെയാണ്, മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വലുതാണെന്നുള്ള ഒരു മനോഭാവത്തെ കുറിച്ച് തന്നെയാണ് ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ അതായിരിക്കരുത് ഒരു മനുഷ്യൻ ഒരിക്കലും. അതെന്ന് പറയുന്ന ഒരു ആസുരിക പ്രകൃതിയാണ്. അപ്പൊ ആ ആസുരിക സ്വഭാവം ആരിലും ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് ചിലപ്പോഴൊക്കെ വിഷമം ഉണ്ടാവും അല്ലെ. നമ്മുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ കഷ്ടപ്പെടുന്ന കാണുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർ കഷ്ടപ്പെടുന്നവർ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും അല്ലേ.
പക്ഷെ അത് എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ ആണ് ഇഷ്ടം, അല്ലെങ്കിൽ അവർക്ക് അതായിരിക്കാം ഇഷ്ടം. അതുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്. കാരണം അവരുടെ മനസ്സത്രയും പ്യൂർ ആയതുകൊണ്ടാണ് അവർ അങ്ങനെ മറ്റുള്ളവരെ പോലെയുള്ള അത്യാർത്തി കാണിച്ച് കടമൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ അവരെ പോലെ ചെയ്യണം എന്ന് ചിന്തിക്കാത്തത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മക്കാട്ടിലും ഒക്കെ എത്രയോ ഉയരത്തിലാണ് അവരെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക, അല്ലെ? അതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക, അയ്യോ അവർക്ക് കഷ്ടമാണല്ലോ എന്ന്. പക്ഷെ അവരുടെ മനസ്സിൽ അവരെന്താണ്, അവർക്കൊരു കഷ്ടമില്ല. മനസ്സിൽ അവർ ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ എന്തിനാണ് അവരെ കണ്ടുകൊണ്ട് നമ്മൾ അതേപോലെ കാണിക്കുന്നത്? അവര് വീട് വെക്കുകയോ കാറ് മേടിക്കുകയോ എന്തോ ചെയ്യട്ടെ, നമുക്ക് ഭഗവാൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഭഗവതി ഉണ്ടല്ലോ നമ്മുടെ കൂടെ. നമ്മൾ എന്തിനാണ് അവരെ പോലെ ആവണമെന്ന് ചിന്തിക്കുന്നത്? നമ്മൾ ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെയുള്ള ലക്ഷക്കണക്കിന് കടമൊക്കെ എടുത്ത് നമ്മൾ അവരെ പോലെ വലിയ ആളാവാൻ വേണ്ടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പുറകെ കടന്ന് ഓടണ്ടേ? ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ കടം തീർക്കാൻ വേണ്ടി ഓടണം. നമുക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാവത്തില്ല. അതിനെക്കാളും മര്യാദയ്ക്ക് ഇരിക്കാമല്ലോ എന്നവർ ചിന്തിക്കും. മനസ്സിലായോ? അതാണ് സാത്വിക ഗുണം, അല്ലെങ്കിൽ അതാണ് എന്താ ആർത്തിയില്ലാത്ത, അത്യാർത്തിയില്ലാത്ത, അത്യാഗ്രഹം ഇല്ലാത്ത മനസ്സെന്ന് പറയുന്നത് അതാണ്. മനസ്സിലായോ? ആ ഒരു മനസ്സ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നും അല്ലല്ലേ. ഈ സമൂഹത്തിൽ അത് നിസ്സാര കാര്യമല്ലല്ലേ. ഈ സമൂഹത്തിലുള്ളവർ എങ്ങനെയാണ്, മറ്റൊരാളിങ്ങനെ വലിയ കെട്ടിടം പൊക്കി കിട്ടുമ്പോൾ അയാളുടെ വീട് ചെറുതാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അത് പൊളിച്ചിട്ട് പെട്ടെന്ന് തന്നെ കടമൊക്കെ എടുത്ത് ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് അയാൾ അതേപോലെ കാണിക്കാൻ നോക്കും. എന്നിട്ട് ജീവിതകാലം മുഴുവൻ ബാങ്കുകാർക്ക് തിന്നാൻ കൊടുക്കും, അല്ലെങ്കിൽ ബാങ്കിൽ ലോൺ അടച്ച് പലിശ കൊടുത്ത് ഇങ്ങനെ മുടിയും. മനസ്സിലായി? അപ്പം അങ്ങനെ അയാളുടെ ടെൻഷൻ, അയാളുടെ ഉള്ള സമാധാനം പോവും, അയാളുടെ കുടുംബത്തിലുള്ള ആ ഒരു ഐക്യത പോവും, സ്നേഹം പോവും, എന്താ പറയാ, ആ ഒരു ഇതെല്ലാം നഷ്ടപ്പെടും, അയാളുടെ സ്വസ്ഥതയെ നഷ്ടപ്പെടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആരും തുനിയാതിരിക്കുക. മറ്റുള്ളവരെന്തോ ചെയ്തോട്ടെ, അത് അവരുടെ ആസുരിക പ്രകൃതിയാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ എല്ലാവരെയും മുമ്പിൽ കാണിക്കണം, അല്ലെങ്കിൽ ഒരുപാട് പണം പല രീതിയിൽ പണം സമ്പാദിച്ച് പല കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും അവർ പണം ഉണ്ടാക്കുന്നത്. ചിലർ കൈക്കൂലി വാങ്ങിച്ചായിരിക്കും പണം ഉണ്ടാക്കുന്നത്, ചിലർ പല തെറ്റുകൾ ചെയ്ത് പണം ഉണ്ടാക്കും, ചിലർ പലരെ പറ്റിച്ച് പണം ഉണ്ടാക്കും, ബിസിനസ്സൊക്കെ നടത്തി എന്താ പറയാ, ഷെയർ മാർക്കറ്റിലൊക്കെ അങ്ങനെ ഇട്ട് ചിലർ പണം ഉണ്ടാക്കുന്നുണ്ട്. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഈ പറയുന്ന പോലെ മറ്റുള്ളവരിൽ നിന്ന് പണം കൊടുത്ത് പലിശ വാങ്ങി പലിശയിൽ കൊണ്ട് ചെയ്യുന്നു. അങ്ങനെ പല രീതിയിൽ പണം അതിന് ബിസിനസ്സുകാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 രൂപയുടെ സാധനമാണെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്നത് 150 രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്. അത്രയും വില കൂട്ടിയിട്ട് കൊടുത്ത് മേടിക്കുന്നത്. അതും തെറ്റ് തന്നെയല്ലേ? ഇരട്ടി വിലയില്ലേ അവർ ഒരു 5 രൂപയുടെ സാധനം പോയി, ഇപ്പം നിങ്ങൾക്ക് തന്നെ 5 രൂപയുടെ സാധനമായിരിക്കും ചിലപ്പോൾ അവർ ഡൽഹിയിലോ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് അവർ വാങ്ങുന്നത്. എന്നിട്ട് ആ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ കൊടുക്കുന്നത് എത്ര രൂപയ്ക്കായിരിക്കും? 100 രൂപയ്ക്കായിരിക്കും അവർ കൊടുക്കുന്നത് 5 രൂപയുടെ സാധനം. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെ കള്ളം കാണിച്ച് ബിസിനസ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്താണ് പണം. അപ്പൊ എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും സത്യസന്ധരല്ല, ആരും നല്ലവരും അല്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കള്ളങ്ങളൊക്കെ കാണിച്ച് തന്നെയാണ് പണം ഉണ്ടാക്കിയിട്ട് അവർ ജീവിക്കുന്നത്. അവർ ചെറിയ ലാഭമൊന്നും ആയിരിക്കത്തില്ല അവരെടുക്കുന്നത്. അതിൽ വൻ ലാഭങ്ങൾ എടുത്തായിരിക്കും അവർ ബിസിനസ് ചെയ്തിട്ട് അവർ പലരുടെയും സാധാരണക്കാരിൽ നിന്ന് അത്രയും പൈസ വാങ്ങിയിട്ട് അവർ ഇതാവുന്നത്, പണക്കാരാവുന്നത്. മനസ്സിലായോ? അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു വഴി ഭഗവാൻ പറഞ്ഞിരുന്നത് നമ്മൾ ആ വഴി കൂടി സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഞാനും എൻ്റെ വീട്ടുകാരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എനിക്ക്. പക്ഷെ എൻ്റെ അമ്മ എളിച്ച് സംസാരിക്കാറ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ അവരുടെ മനസ്സിൽ ആ പ്യൂരിറ്റി, ഇത് ഞാനും പഠിക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ? ഞാനും മാത്രമല്ല, നിങ്ങളും പഠിക്കേണ്ട കാര്യമാണ്. അത് മറ്റുള്ളവരെ കാണുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ അവരെ പോലെ എനിക്ക് ആവണം എന്നുള്ളൊരു ആ മനസ്സവർക്കില്ല. മനസ്സിലായോ? അവരെന്തോ കാണിക്കട്ടെ, അവർ വീട് വെച്ച്, അവർ നമ്മളെ ചതിച്ച് വീട് വെച്ച്, അവർ നമ്മൾ വാങ്ങിക്കാനിരുന്ന വസ്തു വാങ്ങിച്ച് അവർ വീട് വെച്ച്, അവർ വീട് വെച്ചോട്ടെ, കുഴപ്പമില്ല, അവർ നമ്മളെ ചതിച്ചു, അത്രയേ ഉള്ളൂ. അവർക്ക് ദൈവം കൊടുത്തോളും ശിക്ഷ, അവർക്ക് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി കൊടുത്തോളും ശിക്ഷ. ഇനിയിപ്പോൾ നമ്മൾ വീട് വെക്കണോ? അപ്പം ഞാൻ വിചാരിക്കും, ഇനി നമ്മളിനി ലോണൊക്കെ എടുത്ത് ഇവരെ പോലെ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യം എന്താ? നമുക്ക് ഈ വീട് മതി, ഇതിൽ ജീവിച്ചു പോവാം. ഇനി ഞാൻ പൈസ കൊണ്ട് കൊടുത്താലും അവർ പറയും, എന്തിനാണ് പൈസ? അത് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ കൊണ്ട് ബാങ്കിൽ ഇടുക, നിന്റെ കാര്യത്തിനെടുക്ക്, നമ്മുടെ കാര്യം നമ്മൾ നോക്കിക്കൊള്ളാം എന്നവർ പറയും. നമുക്ക് അത് സമയമാകുമ്പോൾ നടക്കട്ടെ, ഇല്ലെങ്കിൽ നടക്കണ്ട. ഇനി എനിക്കിങ്ങനെ ചെറിയ വീട്ടിലാണ് കഴിയാൻ യോഗമെങ്കിൽ ഞാൻ ഇങ്ങനെ കഴിഞ്ഞോളാം എന്നുള്ള രീതിയിലാണ് അവരെ മൈൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നടക്കുമ്പോൾ നടക്കട്ടെ. ഇതാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിക്ക് ഇഷ്ടം എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ അവര് വീട് എന്നെ ചതിച്ചൊരു വീട് വെച്ചോ, എങ്കിൽ ഇവരെ പോലെ വീട് എനിക്കും വെക്കണം, എത്രയും പെട്ടെന്ന് വെക്കണം, ബാങ്കിൽ പോയി ലോൺ എടുക്ക്, പെട്ടെന്ന് വാ, എന്നിട്ട് വീട് വെക്ക്. ഇങ്ങനെ അവർ ചിന്തിക്കാറില്ല.
അപ്പൊ നല്ലവരങ്ങനെ ചിന്തിക്കാറില്ല, മനസ്സിലായി. പക്ഷെ ഇതിൽ ഇങ്ങനെ കണ്ടിട്ട് അതിൽ ആർത്തി ഉണ്ടായിട്ട് ആ വെപ്രാളം കണ്ടിട്ട് അയ്യോ ഇങ്ങനെ ചെയ്തവര് ഇനി ഞങ്ങൾക്ക് ഇതിപ്പോ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയി ലോണൊക്കെ എടുത്ത് വീട് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തി, അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു അവരോടുള്ള ആ ഒരു ഇതും ആ ഒരു ആർത്തിയാണ്. അപ്പൊ അത് എന്ന് പറയുന്നത് ദൈവിക ഗുണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയും. അത് ദൈവിക ഗുണമല്ല, മനസ്സിലായോ? അത് ആർത്തി ഗുണമാണ്, അല്ലെങ്കിൽ അത് മറ്റ് അയാളെ പോലെ ആവാൻ നമ്മൾ ശ്രമിക്കുന്ന ഇതാണ്. അവരെ അവിടെ വീട് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ബാങ്ക് ലോണൊക്കെ എടുത്ത് അത്രയും കടം കയറി 10-25 ലക്ഷം രൂപയും 30 ലക്ഷം രൂപയൊക്കെ കടം എടുത്താണ് അവരെ ആ വീട് വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ അത് കണ്ടിട്ട് നമ്മളും അതുപോലെ ചെയ്യാന്ന് വെച്ചാൽ നമ്മളും അതേപോലെ ടെൻഷനായിട്ട് നമ്മളും അതേപോലെ തലയിൽ കുറെ ഭാരം എടുത്തു വെച്ചിട്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ ഇതിന്റെ പുറകെ അവരെങ്ങനെയാണോ ടെൻഷൻ അടിച്ച് നടക്കുന്നത് അതുപോലെ നമ്മൾ നടക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, സമൂഹത്തിൽ അങ്ങനെയാണ്. ഈ വലിയ വീട് വെക്കുന്നവരും വലിയ കാറ് വാങ്ങിക്കുന്നവരും വലിയ ഇത് ചെയ്യുന്നവരുമാണ് സമൂഹത്തിലുള്ള ആൾക്കാർക്കൊക്കെ നല്ലവരായിട്ട് അവര് പണക്കാരെന്നുള്ള രീതി ചിന്തിക്കുന്നത്. അതെന്തിനാണ് ചിന്തിക്കുന്നത്? അവരെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിനേക്കാളിൽ ഇരട്ടി കടം എടുത്തിട്ടാണ്, അവര് പലിശ എടുത്തിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്, മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾ അത് കണ്ടിട്ട് ആവരുത് ഓരോ മനുഷ്യനെ വിലയിരുത്തേണ്ടത്, മനസ്സിലായോ? എന്നിട്ട് കളിയാക്കേണ്ട ആവശ്യം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഷാൾ ഇട്ടുകൊണ്ട് പോകുന്നവരെ വില കുറച്ച് കാണുകയും ഷാൾ ഇടാതെ പോകുന്നവർ നല്ലവരെന്ന് പറയാം. അതാണ് ഈ ലോകം എന്ന് പറയുന്നത്, മനസ്സിലായി? അതായത് നന്മ ചെയ്യുന്ന നേർവഴിക്ക് സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ നല്ല മനസ്സുള്ളവരെല്ലാം കൊള്ളാത്തവരും, അല്ലാതെ എന്ത് തെറ്റ് ചെയ്തിട്ടായാലും എന്ത് തോന്നിയാസം കാണിച്ചിട്ടായാലും എന്ത് ചെയ്യുന്നവർ നല്ലവർ. ഇതാണ് ഇപ്പോഴത്തെ സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അത്രയും അധപ്പതിച്ചു പോയി നമ്മുടെ കേരളം, അല്ലെങ്കിൽ മറ്റുള്ള ഞാൻ പറയുന്നില്ല, അത്രയും അധപ്പതിച്ചു പോയി എന്ന് തന്നെ പറയാം. ഇവരാണോ ഭഗവാനെ വിളിക്കുന്നത്, ഭഗവതിയെ വിളിക്കുന്നത്? ഇവരാണോ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്? ഇവര് ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചതുകൊണ്ടോ, ഇങ്ങനെയുള്ളവര് നാരായണനെ പ്രാർത്ഥിച്ചതുകൊണ്ടോ, ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടോ, ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ടോ ഒക്കെ ഇവർക്ക് എന്താണ് കിട്ടുന്നത്? ഇവർക്ക് ഒന്നും കിട്ടില്ല. ഇവര് വീണ്ടും ജനന മരണ ചക്രങ്ങളിൽ പെട്ട് ഉഴന്ന് ഇതിനുള്ള കർമ്മഫലങ്ങളെല്ലാം അനുഭവിച്ച് ഇങ്ങനെ ഈ ജന്മത്തിലാണെങ്കിൽ ഇങ്ങനെ കടവും തീർത്ത് പ്രശ്നങ്ങളും ആയിട്ട് പലിശ കൊടുത്തും ഇങ്ങനെ ജീവിക്കും. അത് കഴിഞ്ഞ് ഇവർക്ക് അടുത്ത ജന്മം എന്ന് ജനിച്ചിട്ട് ഈ വഞ്ചനയും ചതിയും ചെയ്തതിന്റെ ഫലങ്ങളൊക്കെ അനുഭവിച്ച് വീണ്ടും ഇങ്ങനെ ജനിച്ച് മരിച്ച് ഇങ്ങനെ ദുഃഖങ്ങൾ അനുഭവിച്ച് ഇങ്ങനെ ഇവർക്ക് ജീവിക്കേണ്ടി വരും, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വഴി ദൈവം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വഴി ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി പറഞ്ഞിട്ടുണ്ട്. ആ വഴി കൂടി നമ്മൾ സഞ്ചരിക്കുക. നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്ന് കരുതുക, മനസ്സിലായോ? അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് വിഷമിക്കാനോ മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കാനോ, അല്ലെങ്കിൽ അവര് ബാങ്ക് ലോൺ എടുത്ത് ചെയ്തുകൊണ്ട് നമ്മൾ ഓടിപ്പോയി ബാങ്ക് ലോൺ എടുത്തിട്ട് നമ്മുടെ ടെൻഷന് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ നമ്മൾ തുനിയാതിരിക്കുക. പാവപ്പെട്ടവനായാലും പണക്കാരനായാലും എങ്ങനെയുള്ളവനായാലും ശരി തന്നെ ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും നല്ല മനസ്സുള്ളവരാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും സമം തന്നെയാണ്. ഭഗവതിയുടെ മുമ്പിൽ എല്ലാവരും സമന്മാര് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേന്ന് നോക്കാം കേട്ടോ. അരുൺ, എർനെസ്റ്റോ, സെൽവിൻ, വിനോദ്, ജസൂസ്, വിനുകുമാർ, എഡസലക്സ്, ശശികുമാർ, മൈ ഡ്രീം ക്രഷ്, സനൽ, ഇത്രയും പേരാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ചിലര് ഒരുപാട് വിഷമിക്കുക, ഞാൻ പ്രതീക്ഷിച്ച പോലെയുള്ള ജോലി എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെയുള്ള ഇതല്ല എനിക്ക് കിട്ടിയത്. അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. ഏത് ജോലി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ ബംഗാളികൾ വരെ ഇവിടെ വന്നിട്ട് പല രീതിയിലുള്ള ജോലികൾ, പല താഴ്ന്ന രീതിയിലുള്ള ജോലികൾ ചെയ്യുന്നില്ലേ? അത് നിങ്ങൾക്കും ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. ഇപ്പൊ വലിയ ജോലി കിട്ടിയില്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മൾ പഠിച്ച ഇതിന്റെ രീതിയിലുള്ള ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമുക്കിനി അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ചെറിയ ജോലിയാണെങ്കിലും ചെയ്യാൻ പഠിക്കുക, മനസ്സിലായോ? അല്ലാതെ ഏതിനായാലും അതിൻ്റെതായ അന്തസ്സുണ്ട്. അതുകൊണ്ട് ഈ പാവപ്പെട്ടവരായാലും ശരി തന്നെ, പണക്കാരായാലും ശരി തന്നെ, ഏത് നിലയിലുള്ളവരും ശരി തന്നെ, അവർ ഏത് തൊഴിൽ ചെയ്താലും ശരി തന്നെ, അതിൻ്റെതായ അന്തസ്സുണ്ട്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഓർത്തിട്ട് വറീഡ് ആവേണ്ട, അല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായോ?
അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. നമ്മുടെ മനസ്സ് എപ്പോഴും ക്ലിയർ ആക്കി വെക്കുക. നമ്മുടെ മനസ്സിൽ ആ ദൈവചിന്ത വരിക. നമ്മൾ എത്ര ഉയർന്നാലും എത്ര ഉയരത്തിലെത്തിയാലും നമ്മൾ ആ ഭഗവാനെ മറക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭഗവതിയെ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. മനസ്സിലായോ? ഇതൊക്കെയാണ് നമുക്ക് എൻ്റെ വീട്ടുകാരിൽ നിന്നും ഞാൻ പഠിച്ച കാര്യമാണ്. ഞാൻ ഏറ്റവും പ്രൗഡാണ്. ഞാൻ അത്രയും ബഹുമാനം, എനിക്ക് അത്രയും പ്രൗഡ്നെസ് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തെങ്കിലും തെറ്റുകൊണ്ട് എന്നെ അടിക്കുകയും ഉപദ്രവിക്കുകയും വഴക്കുറയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് എല്ലാ അച്ഛനമ്മമാരും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ അവരുടെ ഓരോ ചില കാര്യങ്ങൾ എനിക്ക് എടുത്തു നോക്കുമ്പോൾ ഞാൻ അത്രയും അവരിൽ ആ ബഹുമാനം, എനിക്ക് അത്രയും ബഹുമാനം തോന്നുകയാണ്. അത്രയും പ്രൗഡാണ് ഞാൻ എൻ്റെ വീട്ടുകാരിൽ. എനിക്ക് അങ്ങനെ ഒരു വീട്ടുകാരെ എനിക്ക് കിട്ടിയതിൽ ഞാൻ ഏറ്റവും വലിയ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല അമ്മയും അച്ഛനെയാണ് എനിക്കെന്ന് പറയാൻ കഴിയും. അത്രയ്ക്ക് ഞാൻ പ്രൗഡാണ് എൻ്റെ വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം എല്ലാവരും അവരുടെ അച്ഛനമ്മമാരെയും സ്നേഹിക്കുകയാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമുക്ക് ഭഗവാൻ പോലും പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന് തന്നെ നമുക്ക്, നല്ല അച്ഛനമ്മമാരിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നെ എത്രയും ഇതാക്കി നല്ലൊരു രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നത് അത്രയും എൻ്റെ വീട്ടുകാരാണ്. പക്ഷെ എനിക്ക് ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. അതിലാണ് ഇത്രയും നമുക്ക് തകർച്ചകൾ ഉണ്ടായിപ്പോയത്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇത് തന്നെയാണ്. അവർക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. അവരുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ആ ഒരു ഇത് കാണുമ്പോഴാണ്, ആ ഒരു മനസ്സിന്റെ ആ ഒരു നന്മയും ആ ഒരു താഴ്ചയും അവരുടെ ആ ഒരു മനോഭാവം കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ അവരോട് ബഹുമാനം തോന്നുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു ഇതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ടത്. ആ ഒരു പ്യൂരിറ്റി, ആ ഒരു ഭഗവത് ചിന്ത, ആ ഒരു പ്യൂരിറ്റി, ആ ഒരു സ്നേഹം, ആ ഒരു കരുണ, ആ ഒരു മനസ്സിലുള്ള ആ ഒരു പ്യൂരിറ്റി, അതായിരിക്കണം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ടത്. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കി എല്ലാവരും ജീവിക്കാന്നുള്ളതാണ്. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഓം നമഃ ശിവായ.